നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി.കെ. ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് BJP വളരെ വളരെ പ്രതീക്ഷയോടുകൂടി കേരള ഇലക്ഷനെ സമീപിക്കുകയാണ്. ഇന്നലെ തിരുവല്ല, അതായത് ക്രിസ്ത്യൻ ബെൽറ്റിൻ്റെ ഏകദേശം ഹാർട്ട എന്ന് പറയുന്ന തിരുവല്ലയിലെ ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു. ഇന്ന് ശ്രീ അമിത്ഷാ വടക്കും തെക്കുമായിട്ട് കേരളത്തിലുണ്ട്. അതിന് മുമ്പേ പ്രതിരോധ മന്ത്രിയും BJP പ്രസിഡന്റ് നഡ്ഡ എന്നിവർ ലാൻഡ് ചെയ്യുന്നു. ശ്രീ മാധവൻകുട്ടി, താങ്കൾ ഉൾപ്പെടുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, വേക്കപ്പ് കേരളം എന്ന് പറഞ്ഞത്. അതിനകത്ത് ഞാൻ ഇന്ന് ഇംഗ്ലീഷിൽ കണ്ടതൊന്ന് വായിച്ചോട്ടെ. The clever axe is trying to convince the trees that because of his handle is wood, he is one of them. Let's protect the forest. ഒരു ടർക്കിഷ് പ്രൊവർബാണ് നിങ്ങൾ കോട്ട് ചെയ്തേക്കുന്നത്. Let us protect God's own country, secular country. Don't vote for communalism. Say no to BJP. ഇതിന് രണ്ട് ഇതുണ്ട്. BJP ഭയങ്കര പ്രതീക്ഷ കേൾക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ നേതാവായ ശ്രീ പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയുണ്ടായി. അത് BJP ഈ പ്രാവശ്യവും 0 തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഇത് നമ്മളുടെ 2-3 കഴിഞ്ഞ ഇലക്ഷനായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു എന്താണ് കോൺട്രാഡിക്ടറി എക്സ്പെക്ടേഷനാണ് BJPയെ കുറിച്ച്. ഈ പ്രാവശ്യം എത്ര സീരിയസ് ആണ് BJP? താങ്കൾ പലരും പറയുന്ന മഞ്ചേശ്വരം എപ്പോഴും ആടി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ BJPക്ക് സാധ്യതയുണ്ട്, നേമത്ത് സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒരു സർവേ തൃശ്ശൂരിൽ സാധ്യതയുണ്ടെന്ന് വരെ പറയുന്നു. എന്താണ് ഗ്രൗണ്ട് സിറ്റുവേഷൻ താങ്കളോട് പറയുന്നത്? ചെറിയ വളരെ നന്ദി. ഈസ്റ്റർ ആശംസകൾ ആദ്യം. പിന്നെ ഒരു കാര്യം ഇപ്പൊ ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല. നാളെയും മറ്റന്നാളുമായി കുറച്ച് പാലക്കാട്, തിരുവനന്തപുരം, പത്തനംതിട്ട ഭാഗങ്ങളിൽ കൂടി പോയി കഴിഞ്ഞാൽ എനിക്കൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപകടകരമാം വിധം ഒരു BJPയുടെ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഈ വരുന്നത്. ഇതിന് നിസ്സംശയം പറയാവുന്ന, ഞാനിത് താങ്കൾക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചില റിസ്കുകൾ എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് രാഷ്ട്രീയ പത്രപ്രവർത്തനം സാധ്യമാകൂ, സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകൂ. ആ റിസ്ക് ഞാൻ എടുക്കുകയാണ്. അതായത് മാധവൻകുട്ടി പറഞ്ഞതെല്ലാം തെറ്റിയല്ലോ എന്ന് നാളെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള സന്നദ്ധതയോടുകൂടി തന്നെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അടിയൊഴുക്കുകളും കൂടി ജനങ്ങളോട് പറയുക. പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ നയിക്കുന്ന ചർച്ചയിൽ വളരെ ചുരുക്കം ആളുകളെ കേൾക്കുന്നുള്ളൂവെങ്കിലും അവർക്കെങ്കിലും ഇതിന്റെ സത്യം മനസ്സിലാവണം എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങളെല്ലാം വളരെ അടുത്ത മത്സരം, കടുത്ത മത്സരം എന്ന് പറഞ്ഞ് എന്താണ് യഥാർത്ഥത്തിൽ ഒരു മണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കി അത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് എല്ലാം ചാനലുകളായാലും അച്ചടി മാധ്യമങ്ങളായാലും അതാണ് കേരളത്തിലൊരു സ്ഥിരം പതിവ്. എന്തിന് അനാലിസിസ് ചെയ്യുന്ന, രാഷ്ട്രീയ വിശകലനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഇവിടെ വിജയ സാധ്യത തീർച്ചയായും BJPക്കാണ് എന്ന് പറയുന്നില്ല. അത് സർവേക്കർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ചുമതലകളിൽ നിന്നെല്ലാം മാറി അതെല്ലാം സർവേ ബലങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇതാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഒരു അറിവിൽ വെച്ച് ഞാൻ പറയുകയാണ്, തീർച്ചയായും BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കും. അത് ഞാൻ ഭയപ്പെടുന്നത് 1 മുതൽ 5 സീറ്റുകൾ വരെ അവർക്ക് കൃത്യമായ വിജയ സാധ്യതയുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം ഒരു കൃത്യമായിട്ട് ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള കാര്യമാണ്. 12 സീറ്റുകൾ പറയാൻ പറഞ്ഞാൽ ഞാൻ 12 സീറ്റുകളും മനപ്പാടം പോലെ ചെറിയാൻ പറയാം. അത് തെക്ക് നിന്ന് തുടങ്ങണമെങ്കിൽ തെക്ക്, അല്ലെങ്കിൽ വടക്ക് നിന്ന് തുടങ്ങുകയാണെങ്കിൽ മഞ്ചേശ്വരം. തികച്ചും വളരെ വളരെ BJPക്ക് അനുകൂലമായ അന്തരീക്ഷം, ഒരു കണക്കുകൾ അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കാം. 2, പാലക്കാട്. നിശ്ചയമായും
BJPക്ക് എന്നും ഈ മഞ്ചേശ്വരം പോലെ തന്നെ അവരുടെ ഒരു കോട്ടയാണ്. അവിടെ നടക്കുന്ന കണക്കുകളും അവിടെ നടക്കുന്ന കാര്യങ്ങളും പേടിപ്പിക്കുന്ന വിധം അവർക്ക് അനുകൂലമായി വരികയാണ്. 3, തൃശൂർ പൽപ്പജ കോൺഗ്രസിൽ നിന്ന് കരുണാകരന്റെ മകൾ മാറി വരുന്ന, അതായത് എവിടെയും നിർത്തിയാൽ ജയിക്കാത്ത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് പൽപ്പജ. ഞാൻ അറിയുന്നിടത്തോളം, ഞാൻ എന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ അവർക്ക് വിജയസാധ്യത കൽപ്പിച്ചുകൊണ്ടാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും അധികം ശ്രദ്ധിക്കാത്ത ഒരു മണ്ഡലം കൂടി ഞാൻ പറയുകയാണ്. നാട്ടിക. 1 അല്ല 2 എണ്ണം. നാട്ടികയും മണലൂരും. ഇത് രണ്ടും ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ. UDF ആയാലും LDF ആയാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 മണ്ഡലങ്ങൾ ആണെന്നാണ് എനിക്ക് അവിടെ യാത്ര ചെയ്ത് എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ക്യാമ്പയിൻ മാനേജേഴ്സിനോടും, അത് കാൻഡിഡേറ്റിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവരുടെ ക്യാമ്പയിൻ നടത്തുന്ന മുഖ്യ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് തൃശ്ശൂർ ടൗൺ മാത്രമല്ല, ഒരു പക്ഷേ മണലൂരും നാട്ടികയിലും BJPയുടെ മുന്നേറ്റം നമ്മൾ കരുതിയിരിക്കണം. ഇത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എറണാകുളം ജില്ലയിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. ചില സീറ്റുകളിൽ അവരിവിടെ പ്രവർത്തനമേ നിർത്തി ജയിക്കുന്ന സീറ്റുകളിലേക്ക് അവരുടെ RSS അണികളെ മാറ്റിക്കഴിഞ്ഞു ഒരാഴ്ചയായിട്ട്. എൻ്റെ വീട്ടിലൊന്നും ഒരു BJPക്കാരൻ ഒരു തുണ്ട് നോട്ടീസുമായി വന്നിട്ടില്ല. തൃക്കാക്കര ജയിക്കില്ല എന്നറിയാം, പക്ഷെ അവരുടെ അണികളെല്ലാം അടുത്ത തൃപ്പൂണിത്തുറയിലേക്ക് പോയിരിക്കുകയാണ് ചെറിയാൻ. ഇത് പറയാനുള്ള ഉത്തരവാദിത്വം പോലും കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളും പത്രാധിപന്മാരും ചെയ്യുന്നില്ല. ഇത് വളരെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ വെറും കളർ സ്റ്റോറീസ് എന്ന് പറയുന്നത് നിറം പിടിപ്പിച്ച് സ്ഥിരം വർഷങ്ങളും പതിറ്റാണ്ടായി എഴുതിക്കൊണ്ടിരിക്കുന്ന പൊരിഞ്ഞ മത്സരം, ഇങ്ങനെ പറഞ്ഞ ചില പടങ്ങളും ഒക്കെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭീരുക്കളാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയ ഭീരുക്കളാണ്. അല്ലെങ്കിൽ അവരുടെ മുതലാളിമാർ, അല്ലെങ്കിൽ അവരുടെ പത്രാധിപന്മാർ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, എറണാകുളം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുതിയ കോട്ടയം ഭാഗമേ ഞാൻ വിടുന്നു. കാരണം അതും എനിക്ക് ഇതുപോലെ തന്നെ ഒരു വീട്, എൻ്റെ കുടുംബ ബന്ധങ്ങളുള്ള, വളരെ കാലം എൻ്റെ ഭാര്യാഗൃഹമുള്ള കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ, എൻ്റെ വൈഫിന്റെ വീട് കാഞ്ഞിരപ്പള്ളിക്കും പൂഞ്ഞാറിനും ഒത്തുന്ന അതിനുള്ള അതിർത്തിയിലാണ്. അവിടെ PC ജോർജും, അതാണ് അവിടെ വച്ചിരിക്കുന്ന കാശ്. PC ജോർജും ഷോണും പൊട്ടിപ്പൊളി. അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ടില്ലാതെ BJPക്ക് കിട്ടിയിരുന്ന പരമ്പരാഗത വോട്ടുകളിൽ അപ്പുറവും ഇപ്പുറവും വന്ന് ആ അച്ഛനും മകനും എന്നേക്കുമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പുറന്തള്ളപ്പെട്ട വസ്തുക്കളായി മാറാൻ പോവുകയാണ്. അതിൽ ഞാൻ ഉറപ്പിച്ചു പറയാം. അതിൽ എനിക്ക് ഇതെല്ലാം ഒരു ഏതെങ്കിലും തരത്തിൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ പ്രസ്റ്റീജ്, എന്റെ ക്രെഡിബിലിറ്റി ആണ് ഞാൻ താളത്തിൽ വയ്ക്കുന്നത്. അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇന്ന് ഈ താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച അപകടകരമായ 2 മണ്ഡലങ്ങളാണ് തിരുവല്ലയും ആറന്മുളയും, നിസ്സംശയം. കാരണം ആറന്മുളയിലെ, ഇന്നലെ തിരുവല്ലയിലെ മോഡിയുടെ പ്രകടനം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നാമജപത്തിന് മാത്രം, നാമജപ ഘോഷയാത്രയ്ക്ക് മാത്രം പുറത്തിറങ്ങുന്ന സ്ത്രീകൾ, മലയാളി സ്ത്രീകൾ വലിയ തോതിൽ തിരുവല്ലയിൽ പങ്കെടുത്തു. ഹിന്ദു സ്ത്രീകൾ. അത് വളരെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തിരുവല്ലയിൽ അവരുടെ RSS BJP നിർത്തിയിരിക്കുന്നത് അത് മോഡിയുടെ മാനസപുത്രനെയാണ്. അത് ചരിത്രത്തിൽ ആദ്യമായും മോഡി, താങ്കൾ ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ട് താങ്കൾ പ്ലീസ് ദയവായി ചോദ്യങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം. അത് ഈ പറയുന്ന അനൂപ് ആന്റണി കൈപിടിച്ചുയർത്തി, എന്റെ കുട്ടിയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നുവെന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രി, ഞാൻ പല മോഡിയുടെ പ്രസംഗങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുണ്ടായിട്ടില്ല. ഇതെന്തുകൊണ്ട്? ഇത് വളരെ സുപ്രധാനമല്ലേ? ഇത് ഒരു മലയാള മാധ്യമ പ്രവർത്തകൻ, ഞാൻ വീണ്ടും മാധ്യമങ്ങളിലേക്ക് വരികയാണ്, അത് ഒരു ദേശീയ വാർത്തയല്ലേ ചെറിയാൻ? താങ്കൾക്കറിയാമല്ലോ. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അത് അവിടെയാണ് സാർ നമ്മുടെ പ്രശ്നം. അനൂപ് ആന്റണിയുടെ കരിയർ ഹിസ്റ്ററി നമ്മൾ തിരക്കി കഴിഞ്ഞാൽ, അദ്ദേഹം വിവേകാനന്ദ ഫൗണ്ടേഷനിലെ ശ്രീ പരമേശ്വർജി, അവരുടെ പരമേശ്വർജി
കണ്ടുപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ്. കേരളത്തിലെ ഹിന്ദു അല്ലാത്ത കുടുംബ പാരമ്പര്യമുള്ള ഒരു കക്ഷി, അതും വിവേകാനന്ദ ഫൗണ്ടേഷന് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ നന്ദി. ഞാൻ ഇതുവരെ അന്വേഷിക്കുകയായിരുന്നു, താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം എത്ര വർഷമായി ഈ RSS ബുദ്ധി കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നറിയാമോ? എത്ര വർഷമായിരിക്കും? ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട് ഇവിടെ. 10 വർഷമായി RSSന്റെ ബുദ്ധി കേന്ദ്രമായ ഡോവൽ, ഇന്ത്യയുടെ സുരക്ഷാ മേധാവി നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ബുദ്ധി കേന്ദ്രത്തിലെ 10 വർഷം പ്രവർത്തിക്കുന്ന മലയാളി ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. യാക്കോബയാണോ കത്തോലിക്കനാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വീണ്ടും അറിഞ്ഞുകൂടാ. പക്ഷെ പരമേശ്വർജിയുടെ ശിഷ്യനായി അപ്പോൾ ഉറച്ച RSS പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രതിനിധിയാണ് തിരുവല്ലയിൽ മോഡി നേരിട്ട് ഇറക്കിയിരിക്കുന്നത്. എന്റെ മലയാളം മാധ്യമ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് വാർത്തയല്ലെങ്കിൽ അത് ഒരു ചെറിയാനും മാധവൻകുട്ടിയും ഒരു ചെറിയ ഷോയിൽ വന്ന് മലയാളികളോട് പറയണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പണിയിൽ ലജ്ജിക്കണം. കാരണം അത്ര സുപ്രധാനമാണ്, അത്ര ആവേശകരമായാണ് മോഡി പറഞ്ഞു. അദ്ദേഹം എന്തെല്ലാം വിവരിച്ചു. 5 നിമിഷം ഈ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞു. ചെറിയാൻ എനിക്ക് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി രാപ്പകൽ ഉറങ്ങാതെ പണിയെടുക്കുന്ന അദ്ദേഹം RSS സേവകൻ അല്ലെങ്കിൽ സംഘ് എന്ന് പറഞ്ഞില്ല. ഇത് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിന്റെയും ഒരു വല്ലാത്ത മോശം ചിത്രമാണ്. കാരണം ഞാനിത് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ താങ്കൾ അറിയുന്ന വിവരങ്ങളില്ലെങ്കിൽ എനിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് തിരുവല്ലയിൽ അവർ വലിയ വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. അല്ല എന്ന് ഞാൻ UDF LDF നേതാക്കളെ വെല്ലുവിളിക്കുന്നു. ഇന്നലത്തെ മോഡിയുടെ പ്രകടനത്തിന് ശേഷം അദ്ദേഹത്തിന് കേൾക്കാനും കാണാനും വന്ന ആറന്മുളയിലെയും തിരുവല്ലയിലെയും ആൾക്കൂട്ടത്തെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ചുകൊണ്ട് തിരുവല്ലയും ആറന്മുളയും വലിയ വലിയ അപകട സൂചനയാണ് മതനിരപേക്ഷ കേരളത്തിന് നൽകുന്നത്. ആറന്മുളയുടെ കാര്യം ഞാൻ പറയുന്നില്ല, താങ്കൾക്കറിയാം. കുമ്മനമാണ് സ്ഥാനാർത്ഥി. കുമ്മനത്തിന് ജയിക്കാനായിട്ടില്ല എന്ന ഒരു പരാതി ഒഴിച്ച് RSS പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും ഗുരുതുല്യനാണ് അദ്ദേഹം. തീർച്ചയായും ആറന്മുളയിൽ അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമുണ്ട്. വീണ ജോർജിന്റെ പല പല പ്രശ്നങ്ങളുണ്ട്. വീണ ജോർജിന്റെ സഭയിൽപ്പെട്ട ഒരാളാണ് UDFന്റെ സ്ഥാനാർത്ഥി എന്നും താങ്കൾക്കറിയാം. അപ്പോൾ വീണ ജോർജിന്റെ ഭർത്താവിന്റെ സ്വാധീനം കൊണ്ട് ഓർത്തഡോക്സ് സഭയിലെ വോട്ടുകൾ കിട്ടുമെന്ന LDFന്റെ വലിയ പ്രതീക്ഷ ഇത്തവണ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആറന്മുള തിരുവല്ല. പിന്നെ ഞാൻ അതിവേഗം തീർക്കാം. താങ്കളെ സമയം ഞാൻ കളയുന്നില്ല. താങ്കൾ ഇവിടെ കേരളത്തിൽ വരാത്തത് കൊണ്ട് ഞാൻ ഈ സൗകര്യം എടുക്കുകയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്കും ഒരു ചിട്ടയെ കിട്ടും പറയുന്ന കാര്യത്തെക്കുറിച്ച്. പിന്നീട് ഞാൻ കൊല്ലം വിടുകയാണ്. ചാത്തന്നൂർ പലപ്പോഴും 2ാം സ്ഥാനത്ത് BJP വന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അവിടെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അവിടെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ CPI സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്നാണ്. അപ്പൊ ഞാൻ കൊല്ലം വിടുന്നു. പിന്നെ ഞാൻ വരുന്ന തിരുവനന്തപുരം ക്ലസ്റ്റർ എന്ന് പറയാം. എന്തായാലും പറയാ, തിരുവനന്തപുരം നഗരത്തിന് ചുറ്റിപ്പറ്റിയുള്ള 4-5 മണ്ഡലങ്ങൾ. അതിൽ കഴക്കൂട്ടം അപ്പക്കട്ടമക്കരമാമ്പണ്ണം BJPക്ക് അനുകൂലമാണ്. അതിന്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്കറിയാവുന്ന സഖാവാണ് കടകംപള്ളി. എനിക്കറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് ശരത് ചന്ദ്ര പ്രസാദ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരന്റെ സിൽബന്തിയായി ഒടുവിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിലെ വലിയ പോരാളിയായി, പ്രാസംഗികനായി, പൈലറ്റ് പ്രസംഗികനായി എനിക്ക് നല്ല അടുപ്പമുള്ളതാണ് ശരത്ചന്ദ്ര പ്രസാദ്. പക്ഷെ അത് താങ്കൾ ഒരു കാര്യം കൂടി മറക്കരുത്, ശരത്ചന്ദ്ര പ്രസാദിനെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അവിടെ. കാരണം ശരത്ചന്ദ്ര പ്രസാദ് കുറച്ചു കാലം മുമ്പ് BJPയുമായി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൽ എന്തോ വേണ്ട പ്രാധാന്യം കിട്ടാത്തപ്പോൾ പോകാൻ നിശ്ചയിച്ചിരുന്നത്, അത് മോഡിയോ ഷായോ ചെന്ന് സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ശരത്ചന്ദ്ര പ്രസാദ് ചെറിയാൻ. അപ്പൊ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ കഴക്കൂട്ടത്ത് വളരെ വളരെ ദുർബലമാണ്. അവിടെ കഴക്കൂട്ടത്ത് ആ മുസ്ലിം വോട്ടുകൾ ഉള്ള സ്ഥലമാണ്. CPMന്റെ സകല ശക്തിയും കേന്ദ്രീകരിക്കുന്ന കടകംപള്ളിയെ പോലെ സുപരിചിതനായ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉള്ള സ്ഥാനാർത്ഥിയാണ്. എങ്കിലും അവിടെ മുരളീധരനാണ് ഒരു പടി മുന്നിൽ. ഞാൻ പോയിട്ടില്ല, പക്ഷെ എനിക്ക് വിശ്വസിക്കാവുന്ന എൻ്റെ
ശിഷ്യന്മാരെന്ന് പറയാവുന്ന പത്രപ്രവർത്തകർ അവരുടെ പത്രത്തിൽ എഴുതാതെ എന്നോട് സത്യം പറഞ്ഞത് ഞാൻ ചെറിയനോട് പറയുകയാണ്, കഴക്കൂട്ടം സൂക്ഷിക്കണം, കഴക്കൂട്ടം സൂക്ഷിക്കണം. നിയമത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിയമമാണ് ഈ ഇന്ത്യയുടെ മുഴുവൻ നോട്ടത്തിലുള്ള ഇത്. അവിടെ ശിവൻകുട്ടി ജയിക്കുമെന്നായിരുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും. SDPIയുടെ പിന്തുണയോട് കൂടി ശിവൻകുട്ടി ജയിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴും പറയാൻ പറ്റില്ല എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. കാരണം മുസ്ലിം വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനം നമ്മുടെ ശബരിനാഥിന് പോകാൻ സാധ്യതയുണ്ടെന്ന് അവിടുത്തെ CPMന്റെ യൂണിയനുകളിൽപ്പെട്ട മുസ്ലിം ഇടതുപക്ഷക്കാർ പോലും സംശയിക്കുന്നു. അപ്പൊ അത് വിശ്വസിക്കാം. അവരൊരിക്കലും ശിവൻകുട്ടി തോൽക്കാൻ വേണ്ടി എന്നോടോ എന്റെ കൂട്ടുകാരോടോ പറയുന്നതല്ല, അവർ സംശയം പ്രകടിപ്പിക്കും.